നടൻ കൊല്ലം സുധിയുടെ മരണത്തിനു ശേഷമാണ് രേണു സുധി എന്ന പേര് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. നടന്റെ ഭാര്യയായ രേണുവിന്റെ നിസ്സഹായാവസ്ഥയിൽ ഒത്തിരി പേർ സഹായവുമായി എത്തിയിരുന്നു. ഇന്ന് അറിയപ്പെടുന്ന നിലയിലേക്ക് രേണു വളർന്നുവെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളുടെ വിമർശനവും ആക്രമണങ്ങളുമാണ് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആൽബത്തിൽ അഭിനയിക്കുന്നതും ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നതുമൊക്കെയാണ് രേണു വിമർശിക്കപ്പെടാൻ കാരണമാകുന്നത്. അടുത്തിടെ വിവാഹ ഗെറ്റപ്പിലുള്ള ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. സുധിച്ചേട്ടൻ തന്നെ പിച്ചക്കാരിയായിട്ടാണ് കൊണ്ടു നടന്നത് എന്ന് തുടങ്ങി വരുന്ന കമന്റുകൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രേണു ഇപ്പോൾ. ഫൈനൽ ന്യൂസ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു സുധി. എൻ്റെ മനസ്സിപ്പോൾ കല്ലുപോലെയായി, അത്രയും ശക്തമാണെന്നാണ് രേണു പറയുന്നത്. ഓരോന്ന് കേട്ട് കേട്ട് ആ പോയിന്റിലേക്ക് എത്തുകയായിരുന്നു. ആദ്യമൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരുന്നു എങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല. നെഗറ്റീവ് കമൻറ്റ് കുഴപ്പമില്ലെങ്കിലും ചിലർ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. അതിന് മറുപടി കൊടുക്കും. പിന്നെ എത്ര തിരിച്ചു പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. തിരക്കിലായതുകൊണ്ടാണ്. വൈകാതെ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങിയാണ് എന്ന് രേണു പറയുന്നു. എല്ലാവരും പറയുന്നത് ഞാൻ കച്ചവടമാക്കുകയാണെന്നാണ്. എനിക്കൊരു യൂട്യൂബ് ചാനൽ പോലുമില്ല. പിന്നെ ഞാൻ ഏത് രീതിയിലാണ് കച്ചവടം ചെയ്യുന്നത്? ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഒന്നും എനിക്ക് വരുമാനവുമില്ല. പ്രൊഫഷണലായി നാടകത്തിൽ അഭിനയിക്കുന്നതിലൂടെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. എന്ത് പ്രൊജക്റ്റ് വന്നാലും എനിക്ക് കംഫർട്ട് ആണെങ്കിൽ ഞാൻ ചെയ്യുമെന്നാണ് രേണു വ്യക്തമാക്കുന്നത്. സുധിച്ചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ട് റീൽസ് ചെയ്യരുതെന്നാണ് ചിലർ പറയുന്നത്. അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. നിയമപരമായി വിവാഹിതരായവരാണ് ഞങ്ങൾ. ഞാൻ വേറെ ആരെയും കെട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. 10ഉം 12ഉം കല്യാണം കഴിക്കുന്നവർക്കൊന്നും ഇവിടെ പ്രശ്നമില്ല. ഭർത്താവിൻ്റെ ഫോട്ടോ ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. സുധിച്ചേട്ടൻ്റെ ഫോട്ടോ പ്രൊഫൈലിൽ നിന്നും മാറ്റിയിട്ട് മതി നിന്റെ അഴിഞ്ഞാട്ടം എന്നാണ് ഒരു കമൻറ്റ് വന്നത്. ഞാൻ അഴിഞ്ഞാടിയോ? ഞാൻ അഭിനയിച്ചതല്ലേ എന്ന് രേണു ചോദിക്കുന്നു. ബിക്കിനി ഷൂട്ട് ചെയ്യുന്ന നടിമാരില്ലേ, അതൊക്കെ അവരുടെ ജോലിയല്ലേ. ഞാൻ അതുപോലെ നടന്നോ? ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ അതും എൻ്റെ ഇഷ്ടമല്ലേ. അതിലാരും ഇടപെടേണ്ടതില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും. സുധിച്ചേട്ടൻ്റെ കൂടെ നടന്നപ്പോൾ നീ പിച്ചക്കാരിയെ പോലെയായിരുന്നു. ഇപ്പോൾ നീ എങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ഒരു സ്ത്രീ കമൻ്റ് ഇട്ടിരുന്നു. എന്നെ സുധിച്ചേട്ടൻ പിച്ചക്കാരിയാക്കി നടത്തിയത് അവർ കണ്ടിട്ടുണ്ടോ? മറുപടി കൊടുത്തു മടുത്തതോടെ ഞാൻ അവരെയും ബ്ലോക്ക് ചെയ്തു. ഇത്രയും കാലം സുധിച്ചേട്ടൻ എന്നെ പിച്ചക്കാരിയാക്കിയാണോ കൊണ്ടു നടന്നത്? അതല്ലെങ്കിൽ അദ്ദേഹം എന്നെ പിച്ചയെടുക്കാൻ വിട്ടിരുന്നോ? അവരത് കൺഫേം ചെയ്തു പറയുകയാണെന്നും രേണു കൂട്ടിച്ചേർത്തു. വാഹനാപകടത്തെ തുടർന്ന് 2023 നടനും മിമിക്രി താരവുമായ കൊല്ലം സുധി മരണപ്പെടുന്നത്. ഇതോടെ ആരുമില്ലാതായ നടന്റെ കുടുംബത്തിന് ഒത്തിരി ആളുകൾ ചേർത്ത് പിടിച്ചു. സുധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും താമസിക്കാൻ വീട് നിർമ്മിച്ചു നൽകി. ഭാര്യയായ രേണുവിന് അഭിനയിക്കാൻ താല്പര്യമുള്ളതിനാൽ സിനിമയിൽ നിന്നും നാടകത്തിൽ നിന്നുമൊക്കെ അവസരങ്ങൾ ലഭിച്ചു. നിലവിൽ പ്രൊഫഷണൽ നാടക നടിയായി അഭിനയത്തിൽ സജീവമാണ് രേണു. ഒപ്പം റീൽസും ആൽബങ്ങളും ഒക്കെ ചെയ്തു വരികയാണ്.